أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യന് നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഇൽമ് പഠിക്കുക, അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക, പഠിച്ചതനുസരിച്ചുകൊണ്ട് ജീവിക്കുക എന്നുള്ളത്. എന്നാൽ ആ ഇൽമ് കരസ്ഥമാക്കാൻ വേണ്ടി, ഇൽമ് നേടിയെടുക്കാൻ വേണ്ടി ഇൽമിൻ്റെ വഴിയിൽ സഞ്ചരിക്കുമ്പോൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ട, ശ്രദ്ധിക്കേണ്ട ഒരുപാട് ആദാബുകളുണ്ട്. ഒരുപാട് മര്യാദകൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട്. അതിനെല്ലാം കുറിച്ച് ചർച്ച ചെയ്യുന്ന ഒരു ചെറു ഗ്രന്ഥമാണ് ഫത്ഹുൽ ഖയ്യൂം. 38ഓളം വരികളിലായി ഗദ്യപദ്യ രൂപത്തിൽ മഹാനായ ഇമാം മുൻതഖബ് ബിൻ മുഅഫ്ഫഖ് തങ്ങൾ വളരെ ലളിതമായ രീതിയിൽ അവിടുന്ന് ഫത്ഹുൽ ഖയ്യൂം എന്ന കിതാബിലൂടെ നമുക്ക് പറഞ്ഞു തരികയാണ്. ഇൻഷാ അല്ലാഹ് അല്പാൽപമായി നമുക്ക് അത് ചർച്ച ചെയ്യാം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വബിഹി നസ്തഈൻ. മഹാനായ മുസന്നിഫ് കിതാബ് തുടങ്ങുന്നത് ബിസ്മി ചൊല്ലിക്കൊണ്ടാണ്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു, ഏതു നല്ല കാര്യങ്ങൾ തുടങ്ങുമ്പോഴും ബിസ്മി കൊണ്ട് തുടങ്ങുക എന്നുള്ളതാണ്. ബിസ്മി കൊണ്ട് തുടങ്ങുമ്പോഴാണ് അതിൽ ബറക്കത്ത് ഉണ്ടാവുക. ബിസ്മി കൊണ്ട് തുടങ്ങാത്ത ഒരു കാര്യത്തിലും ബറക്കത്ത് ഉണ്ടാവുന്നതല്ല. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഏതു നല്ല കാര്യങ്ങൾ തുടങ്ങുമ്പോഴും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന പരിശുദ്ധമായ ആ അള്ളാഹുവിൻ്റെ തിരുനാമം കൊണ്ട് എല്ലാവരും തുടങ്ങുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബൈത്തിലേക്ക് നമുക്ക് കടക്കാം. അൽഹംദുലില്ലാഹിൽ അലിയിൽ ബാരി അൽ മുഅ്മിനിൽ മുഹൈമിനിൽ ജബ്ബാരി. അൽഹംദു, സർവ സ്തുതികളുമാകുന്നത്, ലില്ലാഹി, അള്ളാഹുവിനുള്ളതാണ്. എല്ലാ സ്തുതികളും അള്ളാഹുവിനുള്ളതാണ്. സ്തുതികൾ 4 രൂപത്തിലാണ്. ഒന്ന്, അള്ളാഹു അള്ളാഹുവിനെ സ്തുതിക്കുക. 2, സൃഷ്ടികൾ സൃഷ്ടികളെ സ്തുതിക്കുക. 3, അള്ളാഹു സൃഷ്ടികളെ സ്തുതിക്കുക, സൃഷ്ടികൾ അള്ളാഹുവിനെ സ്തുതിക്കുക. ഏത് രൂപത്തിലാണെങ്കിലും എല്ലാ സ്തുതികളും അള്ളാഹുവിനുള്ളതാകുന്നു. എങ്ങനത്തെ അള്ളാഹുവാണ്? അൽ അലി, മഹോന്നതനായ, മേലയായവനായ. അൽ ബാരി, സകല വസ്തുക്കളെയും സൃഷ്ടിച്ചവനായ, എല്ലാ വസ്തുക്കളെയും സൃഷ്ടിച്ചവനായ അള്ളാഹുവിനിക്കാണ് സർവസ്തുതിയും. അൽ മുഅ്മിനി, അഭയം നൽകുന്നവനായ അള്ളാഹു. അൽ മുഹൈമിനി, എല്ലാ സൃഷ്ടികളെയും സസൂക്ഷ്മം വീക്ഷിക്കുന്നവനായ അള്ളാഹു. അൽ ജബ്ബാരി, എല്ലാ സൃഷ്ടികളെയും അടക്കി ഭരിക്കുന്നവനായ അള്ളാഹു. ആ അള്ളാഹുവിനാണ് സർവസ്തുതിയും. അള്ളാഹു എന്നതിനിക്ക് സിഫത്താണ്. അലി, ബാരി, മുഅ്മിന്, മുഹൈമിന്, ജബ്ബാർ എന്നുള്ളതെല്ലാം. പിന്നെയോ ثم الصلاة والسلام النامي على النبي سيد الأنام. ثم, പിന്നെ, അസ്വലാത്തു, അള്ളാഹുവിൽ നിന്നുള്ള സ്വലാത്താകുന്നത്. സ്വലാത്ത് എന്ന് പറഞ്ഞാൽ
അള്ളാഹുവിൽ നിന്നുള്ള പ്രത്യേകമാകുന്ന റഹ്മത്താകുന്നത്. വസ്സലാമു അള്ളാഹുവിൽ നിന്നുള്ള സലാമുമാകുന്നത്. എങ്ങനത്തെ സലാമാണ്? അന്നാമി വളരുന്നതായ, അലൻ നബി മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിൽ ഉണ്ടായിരിക്കട്ടെ. എങ്ങനത്തെ നബിയാണ്? സയ്യിദി നേതാവായ, അൽ അനാമി സർവ സൃഷ്ടികൾക്കും നേതാവായ, അള്ളാഹു സൃഷ്ടിച്ച എല്ലാ സൃഷ്ടികൾക്കും നേതാവായ അള്ളാഹുവിൻ്റെ മേലിൽ ഉണ്ടായിരിക്കട്ടെ. വആലിഹി വസഹ്ബിഹിൽ അഅ്ലാമി വകുല്ലി അഹ്ലിൽ ഇൽമി വൽ ഇഅ്ലാമി. വആലിഹി അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കുടുംബത്തിൻ്റെ മേലിലും ഉണ്ടായിരിക്കട്ടെ. ഹാഷിം മുത്തലിബ് സന്താന പരമ്പരയിലെ വിശ്വസിച്ചതായ ആളുകൾ. വസ്വഹ്ബിഹി അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സ്വഹാബത്തിൻ്റെ മേലിലും ഉണ്ടായിരിക്കട്ടെ. എങ്ങനത്തെ സ്വഹാബത്താണ്? അൽ അഅ്ലാമി ഉന്നതന്മാരായ ഉന്നതരായ സ്വഹാബത്ത്. വകുല്ലി അഹ്ലിൽ ഇൽമി എല്ലാ ഇൽമിൻ്റെ അഹ്ലുകാരുടെ മേലിലും ഉണ്ടായിരിക്കട്ടെ. മുതഅല്ലിമീങ്ങൾ, ആലിമീങ്ങൾ, ഇൽമ് നുകരുന്ന ആളുകൾ. വൽ ഇഅ്ലാമി ഇൽമ് പകർന്നു കൊടുക്കുന്ന ആളുകളുടെ മേലിലും അള്ളാഹുവിൻ്റെ സ്വലാത്തും സലാമും സദാ വർഷിക്കുമാറാകട്ടെ. 3 ബൈത്തുകളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്തത്. ഇൻഷാ അല്ലാഹ് അല്പാൽപമായി വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് ചർച്ച ചെയ്യാം. ഇന്ന് 1-ാമത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് വിഷയത്തിന്